റഷ്യയുമായുള്ള ബഹുമുഖ സഹകരണത്തെ മറ്റാർക്കും സ്വാധീനിക്കാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ വ്യക്തമാക്കി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിലേക്ക് ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ചൈനയുമായും റഷ്യയുമായും പുതിയ ബന്ധങ്ങൾക്ക് തുടക്കമാവുകയാണ് എന്ന സൂചന നൽകിയാണ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങിയത്. അമേരിക്കയുമായിട്ടുള്ള തീരുവ യുദ്ധത്തിൽ കൃത്യമായിട്ടൊരു സന്ദേശം നൽകാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒരു വലിയൊരു സൗഹൃദത്തിന് ആരംഭമാകുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അത് ഊർജവുമായിട്ടും സാമ്പത്തികവുമായിട്ടും ഇറക്കുമതി, കയറ്റുമതി, വ്യാപാര വാണിജ്യ രംഗങ്ങളിലെല്ലാം അത് കാണാൻ സാധിക്കും. എന്തായാലും അതിൻ്റെ തുടക്കം ഈ ഉച്ചകോടിയോടുകൂടി നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ പുടിനും ഷീ ജിൻപിങ്ങുമായിട്ടും നടന്ന ഒരു അനൗദ്യോഗിക ചർച്ച, അതിനുശേഷം ഉച്ചകോടിയിലെ സംഭാഷണം, ഉച്ചകോടിക്ക് ശേഷം പുടിനുമായി നടന്നിട്ടുള്ള ഉഭയകക്ഷി ചർച്ച. ഈ വേദിയിലേക്ക് മോദി പുടിനൊപ്പം ഒരേ കാറിൽ സഞ്ചരിച്ചു. അത് 45 മിനിറ്റ് നീണ്ടു നിന്നിരുന്നു. പിന്നീട് 1 മണിക്കൂർ നീണ്ട ഉഭയകക്ഷി ചർച്ച. ആ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഊർജ്ജ മേഖലകളിലെ സഹകരണമാണ് ഇരു നേതാക്കളും പങ്കിട്ടത്. ഉച്ചകോടിയിൽ ഭീകരവാദത്തെ കൂടി ഉന്നമിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ ഒരു സംയുക്ത പ്രസ്താവനയാണ് ഉച്ചകോടിക്ക് ശേഷം രാജ്യങ്ങൾ പുറത്തിറക്കിയത്. ഒരു ഇരട്ടത്താപ്പ് ഈ ഭീകരവാദത്തെ സംബന്ധിച്ച് ഉണ്ടാകരുത് എന്നുള്ള കാര്യം, അത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു. പേൽഗാം ഭീകരാക്രമണം അടക്കം ഉന്നയിച്ചാണ് മോദി സംസാരിച്ചത്. निर्मम आतंकवाद का दंश झेल रहा है। हाल ही में हमने पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा है. ഈ 3 രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പുതിയ ലോകക്രമത്തിന് ഇവിടെ നിന്നും തുടക്കമാവുകയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും.